നമസ്കാരം, എല്ലാവരിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് PSC മുൻവർഷങ്ങൾ നടത്തിയ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, 8. അടുത്തത്, പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പ്രമേഹം, മഞ്ഞപ്പിത്തം, ബ്രോങ്കൈറ്റിസ്, കരൾ വീക്കം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, ബ്രോങ്കൈറ്റിസ്. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം. ഓപ്ഷൻ ബി ആണ് തലയോട്ടിയിലെ സന്ധി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. ഓപ്ഷൻ ബി, വീണ ജോർജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, വിറ്റാമിൻ ബി. വിറ്റാമിൻ സി ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ബാക്ടീരിയ. നോക്കാം. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം. ഓപ്ഷൻ ബി ആണ് 206. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ, ബ്ലഡ് ഷുഗർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി. ഓപ്ഷൻ ബി, വൈറസ്. ക്വസ്റ്റ്യൻ നോക്കാം. മാംസാഹാരികൾ ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, കോമ്പല്ല്. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ജീവകം സി. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ഉഷസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തൊണ്ടമുള്ളിന് കാരണമായ രോഗാണു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, ബാക്ടീരിയ. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഓപ്ഷൻ എ, മിഠായി. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥ. ഓപ്ഷൻ സി ആണ്, എംഫിസിമ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. ഓപ്ഷൻ ബി, ലെപ്റ്റോസ്പൈറ. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, ബീറ്റ കോശങ്ങൾ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ്. ഓപ്ഷൻ ബി ആണ്, ആപ്റ്റ്, APTT. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, കർസാപ്പ്. മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം. ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് ഓപ്ഷൻ ബി, അരിവാൾ രോഗം. നോക്കാം. കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് ഓപ്ഷൻ എ ആണ്, നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് ഓപ്ഷൻ സി, എയ്ഡ്സ്. അടുത്തത്, വൈറ്റമിൻ എയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്, 1, 2 ശരിയാണ്. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. 2 ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര്. ഓപ്ഷൻ എ ആണ്, സ്റ്റേപ്പീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് വൃക്ക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ഓപ്ഷൻ ബി ആണ് കരൾ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് ടെറ്റിനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ബി ആണ് എംഫിസീമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവിനി. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തതേത്? ഓപ്ഷൻ സി ആണ് അക്ഷയ. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര ഇവയെല്ലാം തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ്. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ഓപ്ഷൻ എ ആണ് വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരിയേതെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റസ് എന്ന രോഗത്തിന് കാരണം? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, വൈറ്റമിൻ ഡി. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഓപ്ഷൻ ബി ആണ് നിപ്പ, എയ്ഡ്സ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാകുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി? ഓപ്ഷൻ ബി ആണ് ആർദ്രം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം? ഓപ്ഷൻ എ ആണ് 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം? ഓപ്ഷൻ സി കരൾ. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇതിൽ യോജിക്കാത്തത് ബി ആണ്, പ്ലാസ്മയിൽ കാണപ്പെടുന്നുള്ളത്. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഇവ സംഭവിക്കാൻ സഹായിക്കുന്നു. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്തമണിയിൽ കാണപ്പെടുന്നവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ശരിയാണ്. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൻ ലിബി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഈ രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ഓപ്ഷൻ ബി ആണ് ഒ ഗ്രൂപ്പ്.